ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു കിടിലനായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആട്ടപ്പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ നടുഭാഗത്ത് ഇതുപോലൊരു ഹോളാക്കി വെച്ചെടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തേക്കൊന്ന് ഓരോ ഭാഗത്തേക്ക് ആക്കി കൊടുത്തിട്ട് ഇതുപോലൊരു ഹോളാക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഒഴിച്ചു കൊടുത്ത തൈരിലോട്ട് ഒരു 1/2 കപ്പ് ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് വെച്ചെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടി നമ്മളിപ്പോൾ മിക്സാക്കി കൊടുക്കണ്ട കേട്ടോ. ആദ്യം നമ്മൾ നടുഭാഗത്ത് ഒഴിച്ചു കൊടുത്ത ഇൻഗ്രീഡിയൻസ് മാത്രമായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തതിന് ശേഷം ഗോതമ്പ് പൊടിയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 സ്പൂണ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലോട്ട് നമുക്ക് കൂടുതൽ വെള്ളമൊന്നും ആവശ്യമുണ്ടാവില്ല കേട്ടോ. കാരണം നമ്മൾ ഇതിലോട്ട് തൈരൊക്കെ ഒഴിച്ച് കൊടുത്തത് കൊണ്ട് തന്നെ അത്യാവശ്യത്തിന് നനവുണ്ടാവും. അപ്പോൾ ചെറുതായിട്ടൊരു ഡ്രൈ ആയിട്ട് പോലെ ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നന്നായിട്ട് തന്നെ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോഴേ നമുക്ക് വെള്ളം വേണമെന്നുള്ള അറിയുള്ളൂ. നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ ഒന്ന് ഡ്രൈ ആയി നിൽക്കുന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു 1/4 കപ്പ് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മളിതവിടെ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഇതിൻ്റെ തക്കാളിയുടെ ആ ഒരു മുഖഭാഗം ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരിഞ്ഞെടുക്കുക കേട്ടോ. 2 ഭാഗത്തൊന്ന് വരിഞ്ഞെടുക്കുക. നമ്മളിത് വേവിച്ചെടുക്കുമ്പോൾ ഇതിൽ തൊലി പെട്ടെന്ന് വിട്ടിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വേവായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ അത് തൊലിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ടുള്ളതിൻ്റെയൊക്കെ തൊലി ഉരിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡാക്കി എടുക്കണം. അപ്പോൾ തൊലിയൊക്കെ മാറ്റിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് നമ്മളൊരു 1/4 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ബ്ലെൻഡാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരു 1/4 കപ്പ് സവാള കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണ്ടോ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്ത തക്കാളിയുടെ ജ്യൂസ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഒഴിച്ചെടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും
പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് നമുക്ക് ഒരു 1/4 കപ്പ് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ കേട്ടോ. അതുവരെ ഇളക്കിയെടുക്കുക. പിന്നെ 1 സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ സോസിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് വരട്ടെ. അപ്പോൾ ഇത് വീണ്ടും ഞാൻ പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ടൊരു സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാപ്സിക്കം ഞാൻ 3 കളറും ഉള്ള ക്യാപ്സിക്കം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് വലുപ്പത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഒരു അര കപ്പ് സവാള കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി 2 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കളർ മാറി വരുന്ന വരെ വഴറ്റൊന്നും വേണ്ട, അത് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ കുഴച്ചെടുത്ത ഗോതമ്പിൻ്റെ മാവുണ്ടല്ലോ, അത് ഇതുപോലെ 2 ഭാഗമാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ബോൾസാക്കി എടുക്കുമല്ലോ, അതിനേക്കാളും കുറച്ചും കൂടി വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പത്തിരി പലകം വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് പരത്തിയെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ട് പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് വെച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലോട്ടാക്കി കൊടുത്തിട്ട് നമുക്കിത് 2 ഭാഗം ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ അത് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് വെച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത പിസ്സൻ്റെ സോസ് ഇത് ആദ്യം നമുക്ക് തേച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് ചീസൊന്ന് വിതറി കൊടുക്കുക. ഇതിൻ്റെ മുകളിലോട്ട് വേവിച്ചെടുത്ത ക്യാപ്സിക്കനും കൂടെ വെച്ചെടുക്കുക. ഇനി വാട്ടിയെടുത്ത സവാളയും കൂടെ ഇതിലോട്ട് മുകളിലോട്ടാക്കി ഇട്ട് കൊടുക്കുക. ഇനി മുകളിലോട്ട് കുറച്ച് ചീസും കൂടെ വിതറി കൊടുക്കുക. കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മളിത് വെച്ചെടുക്കുന്നത്. എന്നിട്ട് നമുക്കിതൊരു 2-3 മിനിറ്റ് സമയം ലോ ഫ്ലെയിമിലോട്ടാക്കി കൊടുത്തിട്ട് ഒന്ന് കുക്കാക്കി എടുക്കുക. അപ്പോൾ അത് 3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.